ഹലോ, ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇത് ശിവരാത്രി, അതായത് തലേദിവസം ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പ്ലാൻ ചെയ്യുമായിരുന്നു ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ക്ഷേത്രത്തിൽ പോകുന്നതാണ് ഫസ്റ്റ് പരിപാടി. അപ്പം അതിനിറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും വേറെ പ്ലാനിങ് ഒന്നുമില്ല, ക്ഷേത്രത്തിൽ പോകണം. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴി വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണോ അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് പിൻട്രസ്റ്റിൽ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും ശിവരാത്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ക് കണ്ടു. അപ്പോൾ അത് വരയ്ക്കാമെന്ന് വിചാരിച്ചു ഇരുന്നു. വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ വരയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് പാട്ടൊക്കെ കേട്ട് വന്നപ്പോഴത്തേക്ക് ഈവനിങ് ആയപ്പോഴത്തേക്ക് ചായയും കുടിച്ച് ഡയറി മിൽക്ക് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് എന്തെങ്കിലും ഡ്രോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയും നടന്നില്ല, പിന്നെ ഉറങ്ങുമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് വിളക്ക് എത്തിച്ചിട്ടൊക്കെ ഈവനിങ് ഒരു 7 മണിയൊക്കെ ആയി കാണും. ആ ഒരു ടൈമിൽ വരയ്ക്കാമെന്ന് വെച്ചു. ഇപ്പം പിൻട്രസ്റ്റിൻ്റെ ഒരു പിക്ക് ആ ഒരു റെഫറൻസ് എടുത്തിട്ട് ചെയ്യുന്നതാണ് പരിപാടി. അങ്ങനെ പെൻസിൽ ഡ്രോയിങ് ആണ് നോക്കുന്നത്. വാട്ടർ കളർ യൂസ് ചെയ്താൽ മിക്കവാറും എൻ്റെ ടൈപ്പെല്ലാം കുളമാവാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഞാൻ പെൻസിൽ ഡ്രോയിങ് തന്നെയാണ് സജസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് വലിയ ഓക്കെ ഒന്നും ആയില്ലെങ്കിലും അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം അത് പിന്നീട് ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് ഞാൻ ആ പിക്ചർ കാണിച്ചു തരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ ഒരു ഇംപെർഫെക്ഷൻ. അപ്പം അങ്ങനെ പെൻസിലെടുത്തിട്ട് വരയ്ക്കാൻ തുടങ്ങി. അപ്പം എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കുറച്ച് ടൈമിൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, വലിയ ആർട്ടിസ്റ്റൊന്നും അല്ല. അപ്പം എൻ്റേതായ പറ്റുന്ന രീതിക്ക് ഒന്ന് ട്രൈ ചെയ്തതാണ്. ആദ്യം വരച്ചപ്പോഴത്തേക്ക് വിരൽ വരച്ചപ്പോഴത്തേക്ക് കുളമായി. അങ്ങനെ മായ്ച്ചുകൊണ്ടിരിക്കുന്നു. അതാണെങ്കിൽ നല്ല ഹാർഡായിട്ടാണ് വരച്ചുകൊണ്ട് തന്നെ മായാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതിൻ്റെ ടൈമിൽ തന്നെ പിന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു ഇത് ചെയ്യണോ വേണ്ടേന്ന്. പിന്നെ എന്തെങ്കിലും ശിവരാത്രി റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു കോൺഫിഡൻസിലങ്ങ് ചെയ്തതാണ്. അങ്ങനെ മായ്ച്ച് ഒരുവിധമൊക്കെ വിരലൊപ്പിച്ചെടുത്തു. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇംപെർഫെക്ഷൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഭാവം ഇവിടെയാണ് എത്തിച്ചേർന്നത്. ആക്ച്വലി ആ വിരലിൻ്റെ ഭാഗം കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പലവട്ടം ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കി എടുക്കാമെന്ന്. പക്ഷെ ഒന്നും പറ്റിയില്ല. പിന്നെ വേറൊരു രീതിയിലുള്ള കുളമാക്കലെന്ന് പറഞ്ഞാൽ അതങ്ങ് ഓൾറെഡി ഇനി എന്തെങ്കിലും തോട്ട് എഴുതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസ്കൃത ഇതിലെഴുതിയിട്ട് ഒപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് പിന്നെയും എൻ്റെ തോട്ടിൽ പിന്നെയും എന്തെങ്കിലും പിക്ചറൊക്കെ മോശമാക്കുന്ന രീതിയിൽ എഴുതി പിടിപ്പിച്ചു, സ്കെച്ച് വെച്ച് വരച്ച് കുളമാക്കി. പിന്നെയും കുളമാക്കി. ഇത് കുളമാക്കാൻ വേണ്ടിയുള്ള ആലോചനയിലായിരുന്നു. സ്കെച്ചും വെച്ച് എങ്ങനെ പിക്ചർ കുളമാക്കാമെന്ന് പിന്നെയും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ പിക്ചർ കുളമായി. ഫൈനൽ ലുക്ക് ഇത്രയേ ഉള്ളൂ. അതിൽ സ്കെച്ചിട്ട് വരയ്ക്കുന്നത്. അങ്ങനെ പിക്ചറെല്ലാം കുളമാക്കിയ ആ ഒരു സന്തോഷത്തിൽ ഭയങ്കര ആർട്ടിസ്റ്റിക് ഫീല് ഒക്കെ കൊടുത്ത് ചെയ്യാൻ തുടങ്ങിയ സാധനം വളരെ കുളമാക്കിയ സന്തോഷത്തിൽ സ്കെച്ച് ബുക്ക് അടച്ചു വെച്ച. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു ആർട്ടിസ്റ്റിക് വ്ളോഗുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അത് ഇതേപോലെ ഫ്ലോപ്പ് ആകില്ല എന്നുറപ്പോടെ ഞാൻ പോകുന്നു. ബൈ.